ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ടോ ഒരു 1.5 മാസം എന്തൊക്കെ ആയി, 1-2 മാസമൊക്കെ ആയി ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. കാരണം ഇപ്പോൾ വീഡിയോസ് ഇടാനും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ വാച്ച് അവേഴ്സ് ഇങ്ങനെ, അതായത് ഒരു വർഷത്തിനുള്ളിൽ നമ്മളത് 4000 കിടക്കണമല്ലോ. അപ്പോൾ 4000 അത് കിടക്കാത്തതുകൊണ്ട് എനിക്ക് 3000 ആയുള്ളൂ. പക്ഷേ ഇപ്പോൾ എൻ്റെ കുറഞ്ഞ് 2000 3000 ആയതാണ്. ഇപ്പോൾ 2500 2020 സംതിങ് ആയിട്ടുണ്ട് വ്യൂവേഴ്സ്. അപ്പോൾ ഇങ്ങനെ കുറയണ കാരണം എനിക്ക് ഇടാനൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല കേട്ടോ. അതാണ് ഞാൻ ഇടാതിരുന്നത്. അപ്പോൾ ഇന്ന് ഏതായാലും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. ഇന്നിപ്പം ഷെല്ലിന് സ്കൂൾ തുറക്കാനായല്ലോ. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ ദേ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ ഗുണ കേവില്ലേ, നമ്മുടെ മഞ്ഞമ്പൽ ബോയ്സിൻ്റെ ഗുണ കേവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അവൾക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഷെല്ലും കൂടെ അതേ പോകണേ കേട്ടോ. അപ്പം എനിക്ക് ഓഫീസില്ലാത്തതുകൊണ്ടാണ് അവളെയും കുട്ടി ഞാൻ അതേ പോണത്. അപ്പോൾ എനിക്ക് ഇനി വീഡിയോസൊക്കെ ഇടണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നാത്തതുകൊണ്ടാണ് ആ വീഡിയോസ് ഒന്നും ഇടാത്തത്. ഞാൻ കുറേ ഇങ്ങനെ ശ്രമിക്കും വീഡിയോസ് ഇടണമെന്നൊക്കെ വിചാരിക്കും. പിന്നെ എൻ്റെ മൈൻഡ് അങ്ങോട്ട് മാറും, വേണ്ട എന്താണ് കുറഞ്ഞു വന്നെ. പിന്നെ നമ്മൾ ബുദ്ധിമുട്ടി ചെയ്തിട്ട് രക്ഷയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇടാറില്ല. ഇനി ഇടാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ദേ നമ്മൾ ബസ്സിൽ ഞാൻ ശലം ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ കണ്ട നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ പോയിട്ട് ടോക്കണൊക്കെ എടുക്കണം. അപ്പോൾ ദേ നോക്കിയാൽ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരണത് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ദേ കണ്ട ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ. അങ്ങനെ അതേ കൂപ്പണൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോണേണ്. അപ്പോൾ ദേ എല്ലാവരും അവിടെ ഇരുന്നിട്ടൊക്കെ ഓരോ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് എല്ലാവരും അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ദേ ഞങ്ങളതേ ഇവിടെ കയറാൻ വേണ്ടി പോണേണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ കുറേ തമിഴൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഇങ്ങനെ ഇഷലിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് എന്താണെന്നറിയില്ല ഇങ്ങനെ പേടി പോലെ ഇരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ചെറിയ ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ശരിക്കും നമ്മൾ ആ ഒരു ഗുഹൻ്റെ ഉള്ളിലേക്ക് പോണ പോലത്തെ അവസ്ഥ നമുക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഇഷൽ ഇങ്ങനെ കൈ ഇറുക്കി പിടിച്ചിട്ടാണ് നടന്നത്. കാരണം നമുക്ക് എന്തൊരു പേടി പോലെ ഇരുന്നു. പിന്നെ ബാക്കിൽ നിന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ ചില സൗണ്ടൊക്കെ ഉണ്ടാക്കും. പിന്നെ അവിടെ തന്നെ ഒരു സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സുഭാഷ് വീഴുമ്പോഴുള്ള സുഭാഷ് എന്ന് വിളിക്കണതും കുട്ടേട്ടാന്ന് വിളിക്കണതും അങ്ങനെയൊക്കെ ഓരോരോ സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഒത്തിരി പേര് അവിടെ വീഡിയോസ് എടുത്ത് ഇങ്ങനെ നടക്കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ ഇങ്ങനെ ഫോൺ പിടിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ എവിടെയെങ്കിലും പേടിപ്പെടുത്തണൊക്കെ എന്തെങ്കിലും വരുമോ എന്ന് പേടിച്ചിട്ട് ഞാനും ഇങ്ങനെ കൈ ഇറുക്കി പിടിച്ചിട്ടാണ് ഞങ്ങൾ നടന്നിരുന്നത്. എന്നാലും ചെറുതൊക്കെ ആയിട്ടൊക്കെ ഞാൻ വീഡിയോ എടുത്തു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതേ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വവ്വാൽ തൂങ്ങിക്കിടക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. കാരണം ഇനി ആ വവ്വാലെങ്ങനെ പെട്ടെന്ന് മേത്തേക്ക് വീഴുമോ അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഞങ്ങളിങ്ങനെ പതിയെ നടന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോകും തോറും ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. ശരിക്കും തന്നെ നമ്മൾ പേടിച്ചു പോവും. അങ്ങനെ ഞങ്ങൾ നടക്കുന്തോറും സുഭാഷ് വീണ ആ കുഴിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ട്. പിന്നെ അതേ നടന്ന് ഓരോ സ്പോട്ടിലും എല്ലാവരും അവിടെ നിന്നിടത്തൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വീഡിയോ എടുത്ത് പോകണേ. അപ്പോൾ ഞാൻ വിചാരിച്ചത് തീരും എന്നും പറഞ്ഞു. കാരണം അപ്പോൾ പേടിപ്പെടുത്തണ പോലെയാണ്. ഒന്നും കൂടെ പേടിക്കണ പോലെ നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ഇതിൽ കൂടെ കാണുമല്ലോ, അല്ല നേരിട്ട് പോയിട്ട് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യണത്. അങ്ങനെ അതേ ഒത്തിരി നടന്ന് ഇവിടെയൊക്കെ ഇവർ വവ്വാലിനെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ അവർ സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ എല്ലാവരും ഇങ്ങനെ സെൽഫിയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോ എനിക്ക് എന്താണെന്നല്ല അവിടെ ചെയ്തിട്ട് എനിക്ക് ക്ലിയർ ആയില്ല. കാരണം വെട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ അധികം കിട്ടിയില്ല ഫോട്ടോസ്. അപ്പോൾ നല്ലൊരു രസമുണ്ടായിരുന്നു ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ. പിന്നെ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ദേഷ്യലും കയറി. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാനും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്നും കൊണ്ടാണല്ലോ നമ്മുടെ സുഭാഷ് ഇങ്ങനെ കുഴിയിലേക്ക് വീഴുമ്പോൾ ഇങ്ങനെ പൊക്കത്ത് കയറി നിന്നിട്ട് അവർ ഇതാക്കണതൊക്കെ. അപ്പോൾ ആ ഒരു ഇശലപ്പോൾ അവിടെ നിന്നൊക്കെ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും നമ്മുടെ അതിലേക്കൂടെ ഇറങ്ങി. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ശരിക്കും ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ശരിക്കും ഇങ്ങനെ നെഞ്ചൊന്ന് പെട്ടെന്ന് ആളിപ്പോയി. പെട്ടെന്ന് ശരിക്കും ഇരിക്കണ പോലെ എനിക്ക് തോന്നിപ്പോയി. പെട്ടെന്നായിപ്പോയി. പിന്നെ അവിടെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ പാമ്പിൻ്റെയൊക്കെ ഇങ്ങനെ ഒരു പ്രതിമം ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും ഒരു കാട്ടിലേക്ക് പോണ പോലത്തെ ഒരു ഫീലിംഗ് ആണ് അവരവിടെ സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ ഇത് കുറച്ചങ്ങോട്ട് നടന്നതിനപ്പോൾ അവിടെ ചെറിയൊരു ഐസ്ക്രീമിൻ്റെ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷല പറഞ്ഞ ഐസ്ക്രീം മേടിച്ചാൽ ഉമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയില്ല, കുറച്ചങ്ങോട്ട് നടന്നിട്ടൊക്കെ നമുക്ക് ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ അതേ ഇവിടെ കുറേ ഇങ്ങനെ പ്രതിമകൾ പോലെ ഇങ്ങനെ കുറേ നിർത്തിയിട്ടുണ്ടായിരുന്നു. മയിൽ, കുറേ മൃഗങ്ങൾ, പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ ഒന്നും. അപ്പം തന്നെ ഞാൻ ആലോചിക്കും ഇതെങ്ങനെ ഇവരിങ്ങനെ ഒരു സെറ്റിങ്സ് നടത്തി ആ ഗുഹക്കുള്ള എല്ലാ
ഒരിത് ഫീലിങ്സും പേടിപ്പെടുത്തുന്ന സൗണ്ടുകളെല്ലാം ഉണ്ട്. ഇവരൊക്കെ ഇതെങ്ങനെ, ഞാൻ അങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഇങ്ങനെ നടക്കുക എന്നിട്ട് ഇവരെങ്ങനെയാണ് ഇത് ചെയ്യണത്, ഇവരെങ്ങനെ സെറ്റിങ്സൊക്കെ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ കാർഡിൻ്റെ പോലത്തെ പിക്ചറൊക്കെ ഉണ്ടായിരുന്നു, ഒരു കാർഡിൻ്റെ ഫീൽ തരുന്ന ഒരു പിക്ചറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. കുറേ പിള്ളേരൊക്കെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കളിക്കുകയും അതിനെ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇശൽ ഇങ്ങനെ അതൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ. അപ്പം ഞാൻ പെട്ടെന്ന് ഇശൽ അറിയാണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴാണ് ആ ഇശൽ കണ്ടത്. പിന്നെ അത് കണ്ട് ഞങ്ങളിത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടന്നപ്പോഴാണ് പെട്ടെന്ന് കുറേ കിളികളൊക്കെ വന്നത് ഇങ്ങനെ പറക്കണത്. പിന്നെ ഇവിടെ ഒരു സെൽഫി ഇതാണ് കേട്ടോ, മറ്റേ നമ്മൾ നിന്നിട്ടൊക്കെ പാട്ട് വെച്ചുതരും, അതിനനുസരിച്ച് നമ്മൾ ഡാൻസ് ചെയ്താലും നമ്മൾ ചുറ്റും അവർ അതിൻ്റെതായ വീഡിയോ സെറ്റ് ചെയ്ത് തരും. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ മുകളിലൊക്കെ കൂടെ കിളികൾ കുറേ ഇങ്ങനെ പറക്കണമായിരുന്നു, കിളികളും പ്രാവും. ഇതൊക്കെ എന്തൊക്കെ പൈസ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറേണ്ടത്. കാരണം ഇതിൻ്റെ പൈസ കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേത്തൊക്കെ അവർ വെച്ച് തരും. ഇവിടെയാണ് പാമ്പിനെ പിടിക്കണതും ഇഗ്വാനനെ പിടിക്കണതൊക്കെ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ആരും പിടിക്കണ കണ്ടില്ല. അപ്പോൾ ഒരാളതേ കിളിനെ പിടിച്ച് മേത്തിരുത്താനൊക്കെ നോക്കണം. പക്ഷേ കിളി ഓടി ഓടി പോകണുണ്ട്. ഇത് കണ്ടില്ലേ കുഞ്ഞി എലികൾ. ഞാനപ്പോൾ പറയുന്നത് എലികൾ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കുറേ കൊടുക്കാമായിരുന്നു. ഇത് നല്ല വെറൈറ്റി എലികൾ. അതാണ് കേട്ടോ, പാമ്പാണ് കേട്ടോ ആയിരിക്കുന്നത്. ഓ, അതൊക്കെ കണ്ടപ്പോൾ പേടിയായിട്ട് തന്നെ ഇതൊക്കെ എങ്ങനെ മേത്ത് വെക്കും. അപ്പോൾ ഒരാളുടെ മേത്ത് ഇങ്ങനെ കിളിനൊക്കെ കൊണ്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ചുറ്റും അവിടെ കിടന്ന് ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോ ഇതിൻ്റെ പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതലും ഞാൻ ആ കുഞ്ഞി എലിനെ കണ്ടപ്പോഴാണ് കൂടുതലും വീഡിയോ എടുത്തത്. ഇഗ്വാനയൊക്കെ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ പേടിയായിട്ട് വരും. ഇവരെങ്ങനെയാണ് ഇത് പിടിക്കണതും മേത്തൊക്കെ വെക്കണതാവോ. പാമ്പിൻ്റെ പേരൊക്കെ ആയിട്ട് എഴുതി വെച്ചേക്കണത്. ഇപ്പുറത്തൊരു പാമ്പിനെ കൊണ്ട് ആ ഒരു പാമ്പ് മാത്രമേ. പിന്നെ ഞങ്ങൾ നടന്ന് കുറച്ച് ഫ്രണ്ടിലേക്കും ചെന്ന് അവിടെ ചെന്നപ്പോൾ ഫുള്ളും മറ്റേ മീനും മറ്റേ പ്രാവുകൾ, കോഴികൾ, അങ്ങനത്തെ ഐറ്റംസ് ആയിട്ടൊക്കെ നിറച്ചുണ്ട്. പിന്നെ തത്തമേനൊക്കെ പോലത്തെ ഒക്കെ ഇതുണ്ട്. അവിടെയൊക്കെ എന്തൊക്കെ കൊത്തുന്നുണ്ട്. പക്ഷെ അവർ നമ്മളടുത്തേക്ക് വന്നത്, നമ്മളെന്തെങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളടുത്തേക്ക് വന്നത് അവർ. അപ്പോൾ കുറേ ഇഗ്വാനാസ് കുറേ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. മരത്തിലൊക്കെ ഇങ്ങനെ അറ്റി പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള മീനുകളായിരുന്നു കേട്ടോ, പല നിറങ്ങളും. എന്താ രസം, വെറുതെ മഴവില്ല് പോലത്തെ സ്വർണ്ണ നിറത്തിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നേ. അപ്പോൾ ഇപ്പുറത്ത് നോക്കിയപ്പോൾ പ്രാവുകൾ. അപ്പോൾ പ്രാവ് അവിടെ മുട്ടയിട്ട് ഇരിക്കണമായിരുന്നു തോന്നുന്നു, മുട്ടയിട്ടേക്കണമെന്ന് തോന്നുന്നു. എനിക്ക് വേണം മുട്ട ഒരു ഭംഗിക്ക് വെച്ചേക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ വെറൈറ്റി കോഴികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇശലിന് ഒരു കോഴിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ആ കോഴിനെ അതേത് കൊണ്ടാണ് തൊപ്പിയൊക്കെ വെച്ചിട്ടിരിക്കണേ. പേരെന്താണ്, പോളിഷ് ചിക്കനാണ് കേട്ടോ അതിൻ്റെ പേര്. തൊപ്പിയൊക്കെ വെച്ചിട്ടിരിക്കണമൊക്കെ എന്താ രസം, നല്ല ഭംഗിയുണ്ട്. കറക്റ്റ് എന്താ തൊപ്പിയൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഫാഷൻ ഷോ നടത്തണ പോലെ ഉണ്ട്. ഞാനപ്പോൾ അതിനെ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ശരിക്കും പോസ് ചെയ്ത് തന്നിട്ടാ. നമ്മൾ ഫാഷൻ ഷോ ഒക്കെ പോയി നിൽക്കൂല, അതേപോലെയായിരുന്നു ആ നോട്ടവും പിടുത്തമൊക്കെ. അപ്പോൾ ഇപ്പുറത്തും വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഇതൊക്കെ കോഴികളെല്ലാം ഉണ്ടായിരുന്നു, വെറൈറ്റി കോഴി. അപ്പോൾ ഇപ്പുറത്ത് വന്നപ്പോൾ പൂച്ച. ഇവിടെ ചെന്നപ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ, പൂച്ചയുടെ ഭയങ്കര സ്മെല്ലും പേർഷ്യൻ കാറ്റൊക്കെ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങളത് ഫ്രണ്ടിലേക്ക് നടക്കണേണ്. അപ്പം മീനും പ്രാവും കോഴികളെയും പൂച്ചകളെല്ലാം കണ്ടതിന് ഞങ്ങൾ ഇറങ്ങണേണ്. ഇത് ഇനി വേറൊരു ഇതിലേക്കാണ് പോണത്. ഇതൊക്കെ സ്റ്റോളുകളാണ് കേട്ടോ. ഒരുപാട് സ്റ്റോളുകൾ, ഫർണിച്ചർ, ഇലക്ട്രോണിക് ഐറ്റംസ്, വള, മാല, ചെരുപ്പ്, ഐസ്ക്രീംസ്, അങ്ങനെ ഒത്തിരിയുള്ള സ്റ്റോളുകൾ. ഇതൊക്കെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും, പിന്നെ ബെഡ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജിമ്മിൻ്റെ ഒക്കെ ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ടായിരുന്നു, ബെഡ്, സോഫ, ഇതൊക്കെയായിരുന്നു. എല്ലാവരും അതിരുന്ന് ഓരോരുത്തരൊക്കെ ഇന്ന് വിലയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ കണ്ട് ചുമ്മാ ഇങ്ങനെ നടന്ന്. പിന്നെ കുറേ ബൾബിൻ്റെത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയ ഡ്രസ്സിങ് ടേബിൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തത്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെ കുറേ പേര് ആ ബെഡിലൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ഡൈനിങ് ടേബിളൊക്കെ, പിന്നെ വിളക്ക് എല്ലാം. ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാം. പിന്നെ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടില്ലല്ലോ, നമ്മുടെ സ്ഥലത്തുമ്പോഴാണ് നമ്മളവിടെ നിൽക്കുന്നത്. മാലയും കമ്മലൊക്കെ കാണുമ്പോഴാണ് ഞങ്ങളവിടെ സ്റ്റക്കായി പോണത്. അപ്പോൾ ചെരുപ്പൊക്കെ നോക്കി, ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി. കോലാപ്പൂരി ചെരുപ്പൊക്കെയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് ഞങ്ങളത് അങ്ങനെ നടന്നപ്പോൾ കത്തികൾ കണ്ടേ. ഞാനൊന്ന് സ്റ്റക്കായിട്ട്, പക്ഷേ വില ചോദിച്ചപ്പോൾ നെട്ടിപ്പോയി. 100 ചില്ലാനോ 200 ചില്ലാനോ അങ്ങനെയൊക്കെയാണ് വില പറഞ്ഞത്. ചെറിയൊരു കത്തിക്കാണ് അവർ ആ വില പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മേടിക്കാണ്ട് ഞാനത് പതിയെ ഞങ്ങളും അങ്ങോട്ട് അവിടെ നിന്ന് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷെ ഇങ്ങനെ ഇരിക്കണം, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി. പിന്നെ കുറേ വീട്ടിൽ വേണ്ട ഐറ്റംസൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായത്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്ന്
അപ്പോൾ ദേ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്ഥലത്ത് നമ്മുടെ സ്റ്റക്കായിട്ടാ നമ്മുടെ ദേ മാലയും കമ്മലും വളയൊക്കെ ഇതുണ്ടൊക്കെ നോക്കണേണ് ഇനി എന്ത് മേടിക്കണത്. പക്ഷെ ഭയങ്കര റേറ്റ് ഇട്ടാ, അടുക്കാൻ പറ്റുന്നില്ല. ഒരു ചെറിയൊരു സാധനത്തിന് പോലും 100 മേളിലാണ് ഇവർ വില പറയണത്. അപ്പോൾ എന്തായാലും ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ ഞാൻ പറയും വേണ്ട ഇഷ്ടമല്ലേ, ഇതൊക്കെ 2-3 മേടിച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇതിലും വില കുറവല്ലോ എന്നൊക്കെ ഞാൻ പറയണമായിരുന്നു. കാരണം ഭയങ്കര റേറ്റ് ഇവർ പറയണത്. കാരണം ഇവിടുന്ന് ആരും മേടിക്കുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര റേറ്റ് വരണുണ്ട്. എല്ലാവരും വില ചോദിച്ചിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞി പിള്ളേർക്കും വലിയവർക്കൊക്കെ പറ്റിയ ഡ്രസ്സും പിന്നെ ടോപ്സൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ മേളിലായിട്ടാണ്ട് അവരിങ്ങനെ വെച്ചേക്കണ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിന് കുറച്ചാണ് നീങ്ങിയപ്പോൾ അതേ അച്ചാറുകൾ, വെറൈറ്റി ടൈപ്സ് അച്ചാറുകൾ എന്തോ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കാണ് വലിയ വലിയ മുളക്, കാന്താരി മുളക്, പിന്നെ ബ്ലൂബെറി ഇതെല്ലാം ഉണ്ടായിരുന്നേ. അപ്പം ഇങ്ങനെ നോക്കി ഇങ്ങനെ പോയി. പക്ഷെ ടേസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്ലൂബെറി മാത്രം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്, കാരണം അതെന്താണെന്ന് അറിയാം, ഇനി വല്ല പുളിയാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ അവരാണ് പറഞ്ഞത് ബ്ലൂബെറി ആയിരുന്നെന്ന് പറഞ്ഞത്. പിന്നെ ഒന്നും മേടിച്ചില്ലാട്ട് ഇവിടുന്ന്. എനിക്ക് കണ്ടപ്പോൾ എന്തോ ഒരു ഇത് തോന്നിയില്ല. അപ്പോൾ ദേ ഇവിടുന്ന് ഞങ്ങൾ സാധനം മേടിച്ചായിരുന്നു കേട്ടോ. ഇഷ്ടമുള്ള ഒരു കമ്മൽ സെക്കൻഡ് സ്റ്റഡ്, കാരണം സെക്കൻഡ് സ്റ്റഡ് 4 എടുത്ത് 100 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ലാഭമില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വിഷലിന് ഞങ്ങൾ സെക്കൻഡ് സ്റ്റഡ് എടുത്ത് കമ്മലും എടുത്തിട്ടുണ്ടായിരുന്നു. വിഷലിനൊരു നല്ലൊരു കമ്മലുണ്ടായിരുന്നു, അത് 50 രൂപയായിരുന്നു. അപ്പോൾ എനിക്കിവിടെ നല്ലൊരു വില കുറവ് തോന്നി, അതുകൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ മേടിച്ചായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് ഞാനിവിടെ നിന്ന് ഗൂഗിൾ പേ ഒക്കെ ചെയ്ത്, അപ്പോൾ സാധനമൊക്കെ നമ്മൾ കമ്മലൊക്കെ മേടിച്ച് ഞങ്ങൾ പിന്നെ നടക്കണേണ്. അപ്പോൾ ഇവിടെ കുഞ്ഞു പാവകളും ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ മേടിക്കണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ എത്തി. നമ്മുടെ പഴയകാല മിഠായി, നാരങ്ങ മിഠായി, തേൻ മിഠായി, കോലുമിഠായി ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. കോലുമിഠായി മേടിച്ചായിരുന്നു, പിന്നെ പുളിമിഠായി മേടിച്ചായിരുന്നു. അങ്ങനെ കുറേ ചോക്കിയൊക്കെ മേടിച്ചത്. പണ്ടത്തെ ചക്രമിഠായൊക്കെ ഉണ്ട്. അതേ കപ്പലണ്ടി മിഠായി ഉണ്ടായിരുന്നു, പുളിമിഠായി ഉണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി മിഠായിസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പഴയകാലത്തെ ആണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ നടന്നപ്പോഴാണ് ഇവിടെ നമ്മുടെ കോട്ടൺ ക്യാൻഡി വിൽക്കുന്നത് കണ്ടത്. അപ്പിഷലിന് അത് വേണമെന്ന് പറഞ്ഞ്, അപ്പോൾ ദേഷ്യലിന് മാത്രമുണ്ട്, ഞാൻ മേടിച്ചില്ല. അപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് മേടിക്കണേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് അത് വരുന്നത് കാണാൻ. വലിയതായിട്ടാണ് അവർ തന്നത്. എനിക്ക് 40 രൂപയാണ് അവരത് മേടിച്ചത്. അപ്പോൾ കോട്ടൺ ക്യാൻഡി മേടിച്ച് ഞങ്ങൾ തിന്നും കണ്ട് ഞങ്ങളിങ്ങനെ നടക്കണേ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ചെടികളുടെയൊക്കെ ഐറ്റംസ് കണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും ഇങ്ങനെ വിത്ത് മേടിക്കണമെന്ന്, ചീരയുടെ വിത്ത് മേടിക്കണമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കട്ടെ. അപ്പോൾ ഇവിടെ കണ്ടപ്പോഴാണ് ഓർത്തത്. അപ്പോൾ വെറൈറ്റി നല്ല ചെടികളുണ്ടായിരുന്നു, നല്ല കട്ട ജമന്തി പൂവ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഈ പൂവ് ഇതൊക്കെ പേരൊക്കെ എന്താണെന്നറിയില്ല. അപ്പോൾ ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പിടിക്കുമോയെന്നറിയില്ല, അതുകൊണ്ടൊന്നും മേടിച്ചില്ല കേട്ടോ. അപ്പോൾ സൂര്യകാന്തി കണ്ടപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു അവരുടെ അടുത്ത് പിടിക്കുമെന്ന്. അപ്പോൾ അവരാന്ന് പറഞ്ഞ്, പക്ഷെ ഉറപ്പില്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. അപ്പോൾ ഞാനിവിടുന്ന് ചീരയുടേതും വഴുതളങ്ങയും പിന്നെ കുഞ്ഞി തക്കാളി, അതായത് കടയിൽ നിന്നിട്ടുള്ള തക്കാളിയില്ല, കുഞ്ഞി തക്കാളി വരണതുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് നടാമെന്ന് വിചാരിച്ചു. വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കലുണ്ടാവുള്ളൂ കേട്ടോ, നടലിനി എപ്പോഴാണോ ആവുമോയെന്നറിയില്ല. അപ്പോൾ അതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഇങ്ങനെ മറ്റേ 5D VR അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, ഇങ്ങനെ കണ്ണിലത് വെച്ചിട്ട് അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കണത്. പക്ഷെ ഞാൻ വിചാരിച്ച ആ കുട്ടി ശരിക്കും പേടിച്ച് ഇങ്ങനെ കരയുന്നത്. എവിടെ ആ കുട്ടി നല്ല അനങ്ങാണ്ട് അവിടെ തന്നെ നിൽക്കേണ്ട. അപ്പോൾ അവർ പേടിക്കാനുള്ളതൊക്കെ അവരങ്ങനെ എക്സ്പീരിയൻസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ മുളകുള്ള ഐറ്റംസാണ്, നല്ല ചിരട്ട വെച്ചുണ്ടാക്കിയ കയ്യിൽ, പിന്നെ മുളത് പുട്ടുണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ അവർ പറഞ്ഞിട്ട് പുട്ടുണ്ടാക്കാം, പഴം വാട്ടാം, ബിരിയാണി ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഞാനിത് ഒരെണ്ണം എടുത്തിട്ട് ഞാനങ്ങനെ ഇങ്ങനെ ഒന്നും മേടിക്കാത്ത ആളാണ്. പെട്ടെന്ന് ഇങ്ങനെ അധികം വിലയൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ മേടിക്കില്ല. പക്ഷെ എനിക്കിത് എന്താണെന്നറിയില്ല, ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ടായാലും അതുകൊണ്ട് ഞാനിത് എന്തായാലും ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബിരിയാണി എന്നൊക്കെ പറഞ്ഞപ്പോൾ വിചാരിച്ചു എന്തായാലും ഒരു ദിവസം എൻ്റെ വീഡിയോയിൽ ഇതിൻ്റെ അകത്ത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എൻ്റെ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അതങ്ങനെ ഞാനെടുത്തു. അപ്പോൾ ഇത് ഇവിടുത്തെ ഇപ്പോൾ പാനിപൂരി വേണമെന്ന് പറഞ്ഞു. ഇഷ്ടമല്ലേ അങ്ങനെ ഞങ്ങളിത് പാനിപൂരി ഓർഡർ ചെയ്യണേ കേട്ടോ. അപ്പോൾ അവരതിൻ്റെതായ മേക്കിങ്ങിലാണ്. അപ്പോൾ എന്തോ ചാറൊക്കെ ആദ്യം ഒഴിച്ചു, പിന്നെ കുറച്ച് മിക്സ്ചർ അങ്ങനെ എന്തൊക്കെയോ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒരു ഇതിന് 70 രൂപയായിരുന്നു കേട്ടോ, ഒരു 4 5 വേണ്ടി അത്രയായിരുന്നു. അപ്പോൾ ഞങ്ങളത് അപ്പോൾ ഒത്തിരി പേര് വന്നിട്ട് ഇവിടെ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇഷ്ടലും അത് മേടിച്ചിട്ട് ഞങ്ങളത് ഇവിടെ ഇരുന്ന് കഴിക്കണേണ്. അപ്പോൾ ഇഷ്ടലാണ് ഫസ്റ്റ് കഴിക്കണത്. അപ്പോൾ അവളിതിങ്ങനെ ഉമ്മി ഇത് മേത്തൊക്കെ ഇറ്റോ എന്ന് പറഞ്ഞിട്ടൊക്കെ അവളെ പേടിച്ചാണ് ഇങ്ങനെ കഴിക്കണത്. പിന്നെ അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞങ്ങളതേ കോളിഫ്ലവർ ഫ്രൈയും ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളിവിടെ ഫോട്ടോച്ചിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മേടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ, ഇതൊരു പ്രത്യേകതരം ടേസ്റ്റായിരുന്നു. അവരെന്തൊരു സോസും പിന്നെ ഒരു ചാറ് പോലത്തെയും ഒഴിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇതേക്ക് സമയം ആകും തോറും
നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ നേരത്തെ വന്നുകൊണ്ട് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർ ഈവനിങ് രാത്രി ടൈമിലാണെന്ന് തോന്നുന്നു ആൾക്കാർ ഒത്തിരി കൂടുതൽ പേര് വന്നത്. അപ്പോൾ അതൊക്കെ തിന്ന് ഞങ്ങളത് ഐസ്ക്രീമും മേടിച്ച്. എന്തായാലും ഐസ്ക്രീമും പോപ്കോണും കഴിക്കാൻ ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ലല്ലോ. അപ്പോൾ ഐസ്ക്രീമും പോപ്കോണും എന്തായാലും അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങണ സ്ഥലം നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയുള്ള സെക്ഷനാണ് കേട്ടോ. കുഞ്ഞി പിള്ളേർക്ക് കളിക്കാനുള്ള ട്രെയിന്, അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജെയിൻ വീല് അതൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ കുറേ പേരെ കരച്ചിലും പീച്ചലൊക്കെ കേൾക്കുന്നുണ്ട്, ആ യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളും ഇങ്ങനെ പതിയെ അവിടെ നിന്ന് കപ്പലണ്ടിയും കണ്ട്. അപ്പോൾ അതും മേടിച്ച് ഞങ്ങളിതേ അവിടെ നിന്ന് ഇങ്ങനെ നടക്കണേണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ പുറം കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞാനും അങ്ങോട്ട് എന്തായാലും ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഒന്ന് ഓട്ടിച്ചെല്ലാം കൂടെ ഒന്ന് കണ്ട്. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നുണ്ട്. നല്ലൊരു രസം തന്നെയായിരുന്നു ഇതിൻ്റെ അകത്ത് കയറിയത് തന്നെ. എന്തായാലും കാട്ടിൽ പോയൊരു ഫീലൊക്കെ ഉണ്ട് നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ കിട്ടിയതും. ഒരു പേടിപ്പെടുത്തുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചാണ് തന്നപ്പോൾ ഇവിടെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കണെയാണ്. മാവിൻ തൈ, റോസാക്കൊമ്പ്, അങ്ങനെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണത് തന്നെ. അപ്പോൾ ഏതായാലും ഇതെൻ്റെ കുറേ ദിവസത്തിലുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ. കാരണം ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇനി എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ എല്ലാ വ്യൂവേഴ്സും തീർന്നിട്ട് ഇനി ആദ്യം മുതലേ ഞാൻ തുടങ്ങേണ്ട വരുമെന്ന് തോന്നണം. അതുകൊണ്ടിട്ടായിരിക്കും എൻ്റെ വ്യൂവേഴ്സ് എല്ലാം കുറയണം. ഇനിയിപ്പോൾ മിക്കവാറും ഞാൻ ചിലപ്പോൾ ആദ്യം തന്നെ പിന്നെയും തുടങ്ങണം. കാരണം ഒരു കൊല്ലത്തിനുള്ളിൽ 4000 ആക്കണമല്ലോ. സബ്സ്ക്രൈബർ എനിക്കായി, പക്ഷേ വാച്ച് അവേഴ്സ് ആവുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണേ കേട്ടോ. അപ്പോൾ ഇറങ്ങണ സൈഡിൽ തന്നെയാണ് നമ്മുടെ വലിയൊരു മൂങ്ങ. അവളിരിപ്പുണ്ട് കേട്ടോ. ഈ അവളിടക്കിടക്ക് ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങുന്തോറും ഉള്ളിലുള്ള സൗണ്ട് നമുക്ക് പുറത്തു നിന്ന് കേൾക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് വൈൻഡപ്പ് ചെയ്യണേണ്. അപ്പോൾ മൂങ്ങേൻ്റെ അടുത്തൊക്കെ ഞങ്ങളത് ടാറ്റയൊക്കെ പറഞ്ഞ് ഞാനും ഈശ്വരം കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങണേണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം. വീഡിയോസിന് ഇടാൻ നോക്കാം. അപ്പോൾ ആദ്യത്തേക്ക് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ബൈ.